ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. പഴയ അമ്പലങ്ങൾ കണ്ടെത്തുന്നതും പുതിയ അമ്പലങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ നല്ല കാര്യം തന്നെയാണ്. എന്നാൽ സ്റ്റേറ്റ് മെഷീനറീസ് ഇതിനു വേണ്ടി മാത്രം യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് മറ്റു പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ദൃശ്യം യു.പി നിന്നുള്ള ഉത്തർപ്രദേശിൽ നിന്നുള്ള ദൃശ്യമാണ്. ഈ ദൃശ്യത്തിൽ കാണുന്നത് ഒരു വ്യക്തി മരണപ്പെടുകയും ആ മരണപ്പെട്ട വ്യക്തിയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി പോസ്റ്റ്മോർട്ടം സെന്ററിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വഴിയാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് വ്യക്തമാകും രണ്ട് കാലിലും തുണികൾ കെട്ടി വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പോസ്റ്റ്മോർട്ടം സെന്ററിന് പുറത്താണ് ഈ കാര്യം നടക്കുന്നത്. ഇതിൽ നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ കോടിക്കണക്കിന് ഇൻവെസ്റ്റ്മെന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുന്നത്. എന്നാൽ ബേസിക് നെസസറി ആയിട്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം സെന്ററിൽ ഒരു സ്ട്രക്ചർ പോലും ഇല്ല എന്നാണ് ഈ ഒരു വിഷ്വൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കാരണം ഇതിന്റെ ഒരു 2 ദിവസം മുമ്പ് ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റും കൂടി ഒരു ഹോസ്പിറ്റലിന്റെ പുറത്ത് നടന്നിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് മെഷീനറി യൂസ് ചെയ്ത് പള്ളികൾ പൊളിക്കുമ്പോഴും അമ്പലങ്ങൾ കണ്ടെത്തുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനേക്കാളൊക്കെ പ്രാധാന്യപ്പെട്ടതാണ് ഒരു മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് നെസസിറ്റീസ് എന്ന് പറയുന്നത്. അമ്പലങ്ങൾ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഹിസ്റ്ററീസ്, നമ്മളുടെ കൾച്ചേഴ്സ് ഒക്കെ മനസ്സിലാക്കും. പക്ഷെങ്കിൽ ഇതിനേക്കാളൊക്കെ പ്രാധാന്യമാണ് ഒരു മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് നെസസിറ്റീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ജീവനോടുള്ള വ്യക്തിക്കുള്ള റൈറ്റ്സ് പോലെ തന്നെ മരണപ്പെട്ട വ്യക്തിക്കും റൈറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവായി തോന്നിക്കാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.